അങ്ങനെ മാനസ ജയോട് ചോദിക്കുന്നുണ്ട്, ആന്റി എന്തിനാ എനിക്കിങ്ങനെ ഇഷ്ടദാനം എഴുതി തന്നത്? ഞാൻ എപ്പോഴെങ്കിലും ആന്റിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ജയ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം മോളെ, എങ്കിലേ എല്ലാം ശരിയാവുകയുള്ളൂ, മോളുടെ കാര്യം സേഫ് ആവുകയുള്ളൂ. അപ്പോഴും മാനസ പറയുന്നുണ്ട്, അങ്കിളിനോടും സൂര്യയോടൊന്നും ആലോചിക്കാതെ വേണ്ടായിരുന്നു ആന്റി. ജയ പറയാണ്, അതിനെന്താ മോളെ, അവരോടൊക്കെ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചതല്ലേ, പിന്നെന്താ എന്ന് ചോദിക്കാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുൻപെങ്കിലും ഒന്ന് ചോദിക്കേണ്ടായിരുന്നു ആന്റി, അതല്ലേ അതിന്റെ ഒരു മര്യാദ. അപ്പോൾ ജയ മാനസയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ അന്നും ഇന്നും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൂ, മറ്റാരെ കുറിച്ചൊന്നും ഞാൻ ഓർക്കാറില്ല. ഹാ, ഇപ്പോൾ അച്ഛനും മോനും രണ്ട് കോണിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ പിന്നെ അവർ സൗകര്യം പോലെ അറിഞ്ഞാൽ മതി. മോൾക്കറിയാമല്ലോ, ഞാൻ മരണത്തിന്റെ വക്കോളം പോയിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നവളാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ ഒന്നുമില്ലാത്തവളാവരുത്. എനിക്കിനി ഒരു ആഗ്രഹം കൂടി ബാക്കിയുള്ളൂ മോളെ, നിന്റെ പ്രസവം കഴിഞ്ഞ് നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം. അപ്പോൾ മാനസ പറയുന്നത്, അതൊന്നും നടക്കില്ല ആന്റി, ഇനി എനിക്കൊരു കുടുംബജീവിതത്തിന് ആഗ്രഹമില്ല, ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എന്നേ മണ്ണിട്ട് മൂടി. അപ്പോൾ ജയ ചോദിക്കുകയാണ്, അങ്ങനെ അങ്ങ് മണ്ണിട്ട് മൂടാൻ ഈ ആന്റി നിന്നെ സമ്മതിച്ചിട്ട് വേണ്ടേ? നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് ഈ ആന്റി ആഗ്രഹിക്കുന്നത് മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. എന്തു തന്നെ ആയാലും നിന്റെ കല്യാണം നല്ലൊരു ആഡംബരത്തോടു കൂടി തന്നെ നടത്തും. അപ്പോൾ മാനസ ജയയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആന്റി എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം തന്നെ എനിക്ക് ധാരാളമാണ്. ഇപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്ന ആ സുനിൽ ശർമ്മയുടെ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് തേഞ്ഞു മാഞ്ഞില്ലാതായാൽ മതി, എങ്കിൽ തന്നെ എനിക്ക് പകുതി സമാധാനമാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ തന്നെ വെക്കാം, എന്നിട്ട് എത്ര പണം കൊടുത്തിട്ടായാലും വാദിച്ച് നിന്നെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു വഴികളെല്ലാം സ്വീകരിക്കാം, നീ ടെൻഷൻ ആവാതിരിക്കുക എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവളുടെ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിർത്തിയാണ് കേട്ടോ. അതിൽ നിന്നും അപരിചിതരായ ഒരു ഭാര്യയും ഭർത്താവും ഇറങ്ങിയാണ്. അവരുടെ മുഖത്താകട്ടെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു വീട് മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. ആ സമയത്താണ് വണ്ടിയുടെ ഹോണടി കേട്ട് മായ പുറത്തേക്ക് വരുന്നത്. അവൾക്കും ഇവരെ കണ്ടിട്ട് ആരാണെന്ന് ഒട്ടും മനസ്സിലായതുമില്ല. ശേഷം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിട്ട്, ആരാണ് ഇത്, ഗായത്രിയുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവർ. അതെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അടുത്തു നിന്നാണ്, ഗായത്രിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, അമ്മ അകത്തുണ്ട്, വരൂ. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നീ ഗായത്രിയുടെ ആരാണ്? ഞാൻ മരുമകളാണ്, എൻ്റെ പേര് മായ എന്ന് മായ സ്വയം പരിചയപ്പെടുത്തുകയാണ്. മായ സേതുവിന്റെ ഭാര്യയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ് കേട്ടോ മായ. എന്നിട്ട് അകത്തെത്തി അമ്മയെ അമ്മയെന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എന്താ മായ എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രി പുറത്തേക്ക് വരികയാണ് കേട്ടോ. അമ്മയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ. അപ്പോൾ ആരാണെന്ന് ഗായത്രി ശ്രദ്ധിക്കുന്ന സമയത്ത് അതിലുള്ള ഒരാൾ മുന്നോട്ട് വരികയാണ്. അവനെ കണ്ടതും ഗായത്രിക്ക് മുഖത്തുള്ള സന്തോഷമെല്ലാം മാഞ്ഞു പോവുകയും അവൾ ആകെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കാൻ ട്ടോ. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരെയും ഗായത്രി ദേഷ്യത്തോടു കൂടി മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് അവൾ പതിയെ മോഹൻ എന്ന് പറയാൻ. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, ആരമ്മേ അത്? അത് മോഹൻ എന്ന് പറയാൻ ട്ടോ ഗായത്രി. ഓഹോ, അത് ശരി, അപ്പോൾ ചേച്ചി എന്റെ പേരൊന്നും മറന്നിട്ടില്ല അല്ലേ എന്ന് മോഹൻ ചോദിക്കുകയാണ്. എന്നിട്ട് രാജലക്ഷ്മി വാ എന്നും പറഞ്ഞ് ഭാര്യയെ വിളിച്ചിട്ട് ഗായത്രിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ചേച്ചിക്ക് അന്യൊന്നുമല്ലല്ലോ. അപ്പോൾ മായ ചോദിക്കുന്നത്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് മോഹൻ പറയാണ്. എന്നിട്ട് ഗായത്രിയോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്ന് ഞാൻ പറയണോ അതോ ചേച്ചി പറയോ എന്ന് ചോദിക്കാൻ. അപ്പോഴും ഗായത്രി ദേഷ്യത്തോടു കൂടി അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മോഹൻ മായോട് പറയുന്നുണ്ട്, ഇതെന്റെ ചേച്ചിയാണ്, ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ചേച്ചി എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ട് മായും ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഗായത്രിയുടെ മുഖത്തേക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അപ്പോൾ ഗായത്രി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്കാരെയും കാണണമെന്നില്ല. അപ്പോൾ മോഹന്റെ ഭാര്യ രാജലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ചേച്ചി, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എന്നെ എന്തിനാണ് ഇങ്ങനെ ഇറക്കി വിടുന്നത്? അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, എനിക്കാരും വെറുപ്പൊന്നുമില്ല, പക്ഷെ കഴിഞ്ഞു പോയതൊന്നും ഓർക്കാനുള്ള ശേഷിയും എനിക്കില്ല. അപ്പോൾ മോഹനൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോൺ അവിടെയുള്ള ടേബിളിൽ വെക്കാൻ ട്ടോ. എന്നിട്ട് ഗായത്രിയോട് പറയുന്നത്, ചേച്ചി എന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള മനസ്സോട് കൂടി തന്നെയാണ് ഞാൻ വന്നത്. എന്താ ചേച്ചി, നമ്മളൊക്കെ മനുഷ്യരല്ലേ, എന്നായാലും നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്റെ മോളുടെ കല്യാണത്തിൽ നിങ്ങളെ ക്ഷണിക്കാനാണ്. ചേച്ചിയും മക്കളും എല്ലാവരും വരണം. ഇവിടെയുള്ള ഓരോരുത്തരെയും കുറിച്ച് ഞാൻ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. ഭാവന അവൾക്കന്ന് അവാർഡ് കിട്ടിയ സമയത്ത് വിളിച്ചൊന്ന് പ്രശംസിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി മിണ്ടാതിരുന്നതാണ്. എന്തായാലും അവൾ ഇപ്പോൾ വലിയൊരു കോടീശ്വരന്റെ ഭാര്യയായില്ലേ. അതുപോലെ തന്നെ ഭരത്തും ഭാമയും വലിയൊരു തറവാട്ടിലുള്ള മരുമക്കളുമായി. പിന്നെ ഭാനു, അവളിപ്പോൾ MBBS പഠിക്കുകയല്ലേ, വൈകാതെ അവളും നല്ലൊരു ഡോക്ടറാവും. ഇപ്പോഴും സേതുവിന് മാത്രം ഗുണം പിടിച്ചിട്ടില്ല, അവൻ ആ പഴയ ശീലം തന്നെയാണ് അല്ലേ ചേച്ചി എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നീ അറിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് മോഹൻ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ചേച്ചി, എന്റെ ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കണ്ടേ? ചേച്ചി എന്തായാലും വിവാഹത്തിന് വരണം. മോളുടെ ഭർത്തൃ വീട്ടുകാരുടെ ഒരേ ഒരു ആഗ്രഹമാണ് എന്റെയും ഇവളുടെയും എല്ലാ ബന്ധുക്കളും ഈ വിവാഹത്തിൽ പങ്കെടുക്കണം. എനിക്കൊരു ചേച്ചിയുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം, അതുകൊണ്ട് എന്തായാലും ചേച്ചിയും കുടുംബവും അവിടെ വരണം എന്ന് പറയാണ്. ഇതിൽക്കുമ്പോൾ ഗായത്രി പറയാം, അപ്പോൾ ചുമ്മാതല്ല നീ എന്നെ ക്ഷണിക്കാൻ വന്നത്, ഇവിടെ 4 പേരുടെ വിവാഹം കഴിഞ്ഞിട്ടും ചേച്ചി ഞങ്ങളെയൊന്നും ക്ഷണിച്ചത് പോലും ഇല്ലല്ലോ എന്ന് മോഹൻ പറയാണ്. പിന്നീട് വിവാഹ കത്ത് എടുത്തിട്ട് ഗായത്രിക്ക് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ.
പക്ഷെ ഗായത്രി അത് വാങ്ങുന്നില്ല, തിരിഞ്ഞു നിൽക്കുകയാണ്. അവസാനം മായ മുന്നോട്ട് വന്നിട്ട് അത് വാങ്ങാണ്. അങ്ങനെ എല്ലാവരോടും വീണ്ടും വിവാഹത്തിന് ക്ഷണിക്കുകയാണ് കേട്ടോ മോഹനൻ. എന്നിട്ട് മായ മിടുക്കിയാണ്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് അവളെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് കേട്ടോ ഭാവനയും സൂര്യയും കൂടി സേതുവിനെ സെല്ലിൽ നിന്നും ഇറക്കിയിട്ട് കൊണ്ടുവരുന്നത്. ഭാവനയ്ക്ക് മോഹനെ കണ്ടതും ഒരു സംശയം തോന്നുകയാണ്. പക്ഷെ അവൾക്ക് വലിയ ഉറപ്പുമില്ല. അവൾ ഗായത്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നൊക്കെ പറയാണ്. അപ്പോൾ മോഹനൻ പറയുന്നുണ്ട്, അതേ മോളെ ഭാവന, നീ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഞാൻ, നിന്റെ മോഹൻ മാമൻ. അത് കേട്ടതും ഭാവന ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇതുവരെ ഇല്ലാത്ത അന്വേഷണവുമായി ഇപ്പോഴെന്തിനാ മാമൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗായത്രി സേതു മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് അടക്കി നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയോട് പറയുന്നത്, സൂര്യ എന്നല്ല പേര്, എനിക്കറിയാം, എന്തായാലും സൂര്യ വിവാഹത്തിന് വരണം, എന്റെ മോളുടെ കല്യാണം മാനേനി വരും 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം രണ്ടുപേരും ഇറങ്ങാൻ കേട്ടോ. അവർ പോയതിനു ശേഷം ഭാവൻ ചോദിക്കുന്നത്, എന്താ അമ്മ അയാൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സഹോദരി സ്നേഹം? അപ്പോൾ ഗായത്രി പറയുന്നത്, ഇതൊക്കെ ആ ഇളയമ്മ പറഞ്ഞു വിട്ടതായിരിക്കും, അവരുടെ പത്രാസ് കാണിക്കാൻ. ഇത് കേൾക്കുമ്പോൾ സേതു ചോദിക്കുകയാണ്, അവരിതുവരെ ചത്തില്ലേ? സേതു ഏട്ടാ എന്താ ഇത്, മിണ്ടാതിരിക്കുക എന്ന് പറയാൻ കേട്ടോ ഭാവന. ശേഷം ഗായത്രി ഭാവനയോട് ചോദിക്കുന്നുണ്ട്, അതെ നീ പോയ കാര്യം എന്തായി, അയാളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ക്യാഷ് കൊടുക്കാതെ അയാൾ പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറല്ല അമ്മേ. സേതുവേട്ടൻ ആ രാജശേഖരനെ തല്ലിയതാണ് എല്ലാത്തിനും പ്രശ്നമായത്. സൂര്യ ക്യാഷ് കൊടുക്കാൻ എന്ന് പറഞ്ഞു, അങ്ങനെയാണ് അവർ കേസ് പിൻവലിച്ചത് എന്ന് പറയാണ്. അപ്പോൾ സേതു പറയും, സൂര്യക്ക് വേറൊരു പണിയില്ലായിരുന്നു, ഒരൊറ്റ ചില്ലി ക്യാഷ് പോലും അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ സൂര്യ പറയും, എന്താ സേതുവേട്ട ഇത്, സേതുവേട്ടനെ അവർ റിമാൻഡ് ചെയ്യിച്ചേനെ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് മോഹനൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഇവരുടെ സംസാരമെല്ലാം ശ്രദ്ധിക്കാൻ കേട്ടോ. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മോഹനെ കാണുകയാണ്. സോറി കേട്ടോ, നിങ്ങൾ ഡിസ്റ്റർബ് ആയതിൽ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചിരുന്നു, അത് എടുക്കാൻ വേണ്ടി വീണ്ടും കയറിയതാണ് എന്ന് പറയാണ്. എന്നിട്ട് അവൻ ആ ഫോൺ എടുത്തിട്ട് വീണ്ടും അവരോടൊക്കെ യാത്ര പറഞ്ഞു പോവുക. എല്ലാവരും ഒരു നിമിഷം നിശബ്ദനായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സേതുവിനെ നോക്കി പറയുന്നുണ്ട്, എന്താ സേതു, സംസാരം കേട്ടാൽ തോന്നുന്നു സേതു എപ്പോഴും പോലീസ് സ്റ്റേഷനിലാണെന്ന്. സോറി കേട്ടോ, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഗായത്രിക്ക് ദേഷ്യം കൂടുകയാണ്. അങ്ങനെയുള്ള ഭാവനയോട് കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് മായയുടെ കയ്യിൽ നിന്നും ആ കല്യാണ ലെറ്റർ പിടിച്ചു വാങ്ങിയിട്ട് വലിച്ചെറിയാൻ, എന്നിട്ട് അകത്തേക്ക് പോവാണ്. പുറത്തിറങ്ങിയ മോഹനൻ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം എൻ്റെ ഫോൺ അവിടെ വെച്ചതാണ്, നമ്മൾ ഇറങ്ങിയ ശേഷം നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ സംസാരം മറ്റൊന്നായിരുന്നു. ആ സേതു ഏതോ പോലീസ് കേസിലോ മറ്റോ കുടുങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു എല്ലാവരും. ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, കല്യാണത്തിന് എന്തായാലും ഇവിടെ നിന്ന് ആരെങ്കിലും വരുമെന്ന് മോഹനേട്ടൻ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ മോഹനൻ പറയും, എന്തായാലും നമുക്ക് ഇവരെ വന്ന് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്നിട്ട് വാ വണ്ടിയിൽ കയറി നമുക്ക് പോകാം എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി അവിടെ നിന്ന് യാത്രയാവുക കേട്ടോ. പിന്നീട് സൂര്യയും ഭാവനയെ റൂമിലെത്തിയ ശേഷം അയാളെ കുറിച്ചിങ്ങ് സംസാരിക്കാൻ കേട്ടോ. ആരാണ് ഭാവന ഈ മോഹനൻ? നിന്റെ അമ്മയുടെ നേരെയുള്ള അങ്കിളാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ സൂര്യ, ശരിക്കും അമ്മയുടെ അങ്കിൾ തന്നെയാണ്. പക്ഷെ അമ്മയുടെ അമ്മക്കുണ്ടായതല്ല, ചെറിയമ്മക്കുണ്ടായ മകനാണ്. ഇവർ കാരണം അമ്മക്ക് എന്തൊക്കെയോ മോശമായ അനുഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. എനിക്ക് പോലും കണ്ടു പരിചയമില്ലാത്ത ഒരു അങ്കിളാണ് ഇന്ന് അമ്മയുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അയാളുടെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഭാവന എന്ന് പറയുന്നുണ്ട് കേട്ടോ സൂര്യ. അപ്പോൾ ഭാവന പറഞ്ഞത്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തായാലും അമ്മയോട് കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അമ്മക്ക് അത്രക്കും ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണത്, നമുക്കത് വിട്ടേക്കാം സൂര്യ എന്ന് പറയാണ്. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എസ് ഐ അജിത് സർ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഭാവന, നിങ്ങൾ എവിടെയാണ്, വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് പറയുന്നുണ്ട്. എന്താ സർ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന. ഇന്ന് മാനസയുടെ പേരിൽ പരാതിയില്ല എന്നൊക്കെ എഴുതി തന്ന് മടങ്ങിയതാണ് മഹേന്ദ്ര ശർമ്മ. പക്ഷെ ഇപ്പോൾ CMന്റെ ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു, മാനസയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ ഓർഡറുമായിട്ട്. പക്ഷെ എനിക്കതിന് റോളില്ല, അത് അങ്ങ് മുകളിൽ നിന്നും നേരിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റേഷൻ പരിധിക്കായതുകൊണ്ട് എന്നോട് വിളിച്ച് വിവരം പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകെ ടെൻഷനാവാൻ കേട്ടോ ഭാവന. ശരിക്കും എന്താണ് സർ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല ഭാവന, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മാനസയെ ചുറ്റിപ്പറ്റിക്കൊണ്ടും ആ സുനിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട് എന്നല്ലാതെ ഇത്രയും കർശനമായിട്ട് ഒരു ഓർഡർ ഒരിക്കലും വരില്ല എന്ന് പറയാണ്. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരുന്നോ, സൂര്യയോടും പറഞ്ഞേക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഓക്കെ സർ എന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ സൂര്യ ചോദിക്കുന്നു, എന്താ ഭാവന, അജിത് സർ ആണോ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ സൂര്യ, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഇന്ന് മഹേന്ദ്ര ശർമ്മ മാനസയ്ക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ ഇതാ CMന്റെ ഓഫീസിൽ നിന്നും അജിത് സാറിന് ഒരു കോള് വന്നിരിക്കുന്നു, മാനസയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിനർത്ഥം അവർ അത്രയും പിടിപാടുള്ളവരാണ്. ഇവിടെ നിന്നും അങ്ങനെ ഒരു കാര്യം എഴുതി തന്ന് ഇറങ്ങിയിട്ട് അവർ നേരെ പോയത് IG ഓഫീസിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും പ്രഷർ മുകളിൽ നിന്ന് വന്നത്. എന്തായാലും ഇനി നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ല സൂര്യ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട്, അതേ ഭാവന, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഇതിന്റെ പിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ ഗൗരവമായ കാര്യങ്ങൾ മാനസിക്കും സുനിലിനും ഇടയിലുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് ഭാവന പറയാണ്. മനഃപൂർവ്വം അവൾ നമ്മളെയും ഒപ്പം ആ മഹേന്ദ്ര ശർമ്മയെയും പറ്റിക്കുകയാണ്. എല്ലാ സത്യങ്ങളും അവൾക്ക് തന്നെ അറിയാം.
ഇനി പോലീസിനെ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവട്ടെ, നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും ഞാൻ അങ്കിളിനെ വിളിച്ചൊന്ന് വിവരം പറയാം സൂര്യ, മാനസ ഒന്ന് കരുതിയിരുന്നോട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന ഫോൺ എടുത്തിട്ട് ദേവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അജിത് സാർ വിളിച്ചതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എല്ലാം കേട്ട് ദേവനും ആകെ ഷോക്കാവാണ്. മോളെ, എന്തൊക്കെയാണ് ഈ നടക്കാൻ പോകുന്നത്? CMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ടൊരു അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും അങ്കിൾ, നിങ്ങൾ മാനസയോടും ആന്റിയോടും ഒക്കെ ഒന്ന് പറഞ്ഞേക്ക്, അവരും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. പെട്ടെന്ന് പോലീസ് വരുമ്പോൾ ആർക്കും ഒരു ഷോക്ക് വേണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ദേവൻ വെക്കുകയാണ്. പിന്നീട് ദേവൻ ഫോണുമായിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാനസ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മോളെ മാനസ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ വരാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭാവന എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ജയയും അജയനും പ്രസീതയും എല്ലാവരും ഹാളിലേക്ക് വരികയാണ് കേട്ടോ. ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഒത്ത് ഇനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഒപ്പം ഭാവനയും സൂര്യയും അവർ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഒരുവിധം സൂര്യയും ഭാവനയും സംസാരിച്ച് കൈകാര്യം ചെയ്ത് അവർ നിനക്കെതിരെ കേസില്ല എന്നൊക്കെ എഴുതി കൊടുത്ത് ഇറങ്ങിയതേയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് അജിത് സാറിന്റെ മറ്റൊരു കോള് വന്നിരിക്കുന്നു. CMന്റെ ഓഫീസിൽ നിന്നും നേരിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മോളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി. ഇത് കേൾക്കുന്ന മാനസ ആകെ ഷോക്കാവാൻ കേട്ടോ. ജയം പറയുന്നത്, എന്താ ദേവട്ടായി കേൾക്കുന്നത്? എന്തിന് അങ്ങനെയൊക്കെ വേണം? ഇവൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ തുറന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ നീങ്ങുന്നത് എന്ന് പറയാണ്. ദേവൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല ജയ, പക്ഷെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവർക്കെതിരെ ഇനി നീങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റി. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അജയനും പ്രസീതയും എല്ലാവരും ആകെ തകർന്നു പോവാൻ ട്ടോ. ഉടൻ തന്നെ അവരുടെ വീട്ടുമുറ്റത്തെ ഒരു പോലീസ് വാൻ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും 3 വനിതാ ഓഫീസർമാർ ഇറങ്ങി വരികയാണ് ട്ടോ. അവർ മാനസയെ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവൻ സിറ്റൗട്ടിലേക്ക് ചെല്ലുകയാണ്. അവരും ആകെ ഷോക്കാവാൻ ട്ടോ.